സ്വന്തം പ്രജകളെ ശത്രുവായി കാണുന്ന ഏതെങ്കിലും ഒരു രാജ്യം, ഒരു ഭരണകൂടം, ഒരു സൈന്യം ലോകത്തുണ്ടെങ്കിൽ അത് പാക് ഭരണകൂടമാണ്, പാക് സൈന്യമാണ്. ഇന്ന് പുലർച്ചെ പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺ പ്രവിശ്യയിൽ നടന്ന സംഭവം തെളിയിക്കുന്നത് അതാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്ത്രീകളും കുട്ടികളുമടക്കം നിരപരാധികളായ 30 പേരാണ്, പാക് പൗരന്മാരാണ് സൈന്യത്തിൻ്റെ മാരകമായ ഒരു ആക്രമണത്തിൽ, വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബോംബിങ് നടത്തി വ്യോമസേന തങ്ങളുടെ പ്രജകളെ, അതായത് ആരാണോ സംരക്ഷിക്കേണ്ടത്, ആരാണോ അവരെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കേണ്ടത്, അതേ ആൾക്കാർ തന്നെ ഈ 30 പേരുടെ മരണത്തിന് കാരണമായി, അല്ലെങ്കിൽ ആ 30 പേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ചെറിയ സംഭവമല്ല. ഖൈബർ പക്തൂണിൽ നടന്നത് വളരെ ദാരുണമായ മനുഷ്യവേട്ടയാണ്. പാക് സൈന്യത്തിൻ്റെ മനുഷ്യവേട്ടയാണ് നടന്നത്. അതായത് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്ന ചില വിഘടനവാദ ഗ്രൂപ്പുകൾ ഖൈബർ പക്തൂണിലുണ്ട്. ഈ ഖൈബർ പക്തൂൺ എന്ന് പറയുന്നത് അഫ്ഗാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അവിടെ ഈ TTP തെഹ്രീക് കെ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന, ഈ തെഹ്രീക് കെ താലിബാൻ പാകിസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭീകര സംഘടനയുണ്ട്. അവർ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരാണ്, പാക് സൈന്യത്തിനെതിരാണ്. ഈ പലപ്പോഴും താലിബാനുമായിട്ട് പാക് സൈന്യത്തിന് അവിടെ ഏറ്റുമുട്ടേണ്ടി വരുന്നുണ്ട്. ആ സമയത്തൊക്കെ മാരകമായ പരിക്കുകൾ അല്ലെങ്കിൽ ആൾനാശം ഒക്കെ പാക് സൈന്യത്തിന് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ബലൂചിസ്ഥാൻ പ്രവിശ്യയിലും വലിയ രീതിയിൽ സൈന്യത്തിനും സർക്കാരിനുമെതിരെ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്വതന്ത്ര ബലൂചിസ്ഥാൻ വാദം അവിടെ ഉയർന്നു കഴിഞ്ഞു. വളരെ ശക്തമായിട്ട് സൈന്യത്തിനും ഗവൺമെന്റിനുമെതിരെ അവിടെ ഈ പറയുന്നത് പോലെ തെരുവുകളിൽ വലിയ രീതിയിൽ ജനങ്ങൾ സംഘടിച്ച് അവരെ ഈ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം എന്തിനു പറയുന്നു, ഇപ്പോൾ പാക് സർക്കാർ കൈവശം വെച്ചിരിക്കുന്ന പാക് അധീന കാശ്മീർ POK എന്ന് പറയുന്ന, അവിടെ 90 ലക്ഷം മനുഷ്യരുണ്ട്. ആ പാക് അധീന കാശ്മീർ, POK എന്ന പാക് അധീന കാശ്മീരിൽ പോലും വലിയ രീതിയിൽ പ്രക്ഷോഭം നടക്കുകയാണ്. പാകിസ്ഥാൻ വിട്ട് ഞങ്ങൾക്ക് പോകണം എന്ന് ആവശ്യപ്പെട്ട് അവർ പലപ്പോഴും തെരുവിലിറങ്ങുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങളുണ്ട്. ഒന്നിനെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇന്ത്യൻ സൈന്യം വളരെ ജാഗ്രതയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അതിർത്തിക്ക് അപ്പുറത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളെയും നമ്മൾ അതിസൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഈ വ്യോമാക്രമണം സംബന്ധിച്ചും നമുക്ക് ആകാശ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഉപഗ്രഹ ചിത്രങ്ങളടക്കം, അതിൻ്റെ വീഡിയോ അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഗോത്ര സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഖൈബർ പക്തൂൺ. അവിടെ ഗോത്ര സമൂഹങ്ങൾ തന്നെ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഒപ്പം അവർ സർക്കാരിനും സൈന്യത്തിനുമെതിരെ പ്രക്ഷോഭത്തിലാണ്. ഈ ഖൈബർ പക്തൂൺ ഒരു സ്വതന്ത്ര മേഖലയാക്കി മാറ്റണം, ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റണം എന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പാകിസ്ഥാനോട് ചേരേണ്ടതില്ല, ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് ചേരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിലാണ് അവരുടെ പ്രക്ഷോഭം മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഈ പറയുന്നത് പോലെ അഫ്ഗാനിൽ നിന്നുള്ള ചില സഹായങ്ങളും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഇത്തരത്തിലൊക്കെ ആകെ കലാപകലുഷിതമായ ഒരു സാഹചര്യം പാകിസ്ഥാനിലുണ്ട്. പ്രത്യേകിച്ചും ഈ വടക്കു പടിഞ്ഞാറൻ പ്രദേശത്ത് വളരെ രൂക്ഷമാണ് ഇതൊക്കെ. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ സൈന്യം ഇപ്പോൾ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. വ്യോമസേനയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അതിനുപയോഗിച്ചത് 8 LC എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ, ബോംബ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ യുദ്ധവിമാനങ്ങളാണ്. അതായത് പാക് സൈന്യത്തെയും സർക്കാരിനെയും നിരന്തരം ആക്രമിക്കുന്ന ഏതോ തീവ്രവാദ ഗ്രൂപ്പുകൾ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ആക്രമണം നടത്തിയതാണ്. പക്ഷെ ഉന്നം പിഴച്ചുപോയി. ആക്രമണകാരികൾ ആരെയാണോ ഉദ്ദേശിച്ചത് അവരെ അല്ല ആക്രമിക്കാൻ കഴിഞ്ഞത്, മറിച്ച് നിരപരാധികളായ പാക് പൗരന്മാരായ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ പറഞ്ഞ പോലെ ഭീകര സംഘങ്ങൾ വളരെ സജീവമായിട്ട് നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ ഖൈബർ പക്തൂൺ. അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലും ഒക്കെ
ഈ ഭീകര സംഘങ്ങളുടെ പ്രവർത്തനമുണ്ട് എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പാക് സർക്കാർ പുറത്തുവിടുന്ന ഔദ്യോഗിക വിവരം അതാണ്. പക്ഷെ ഈ ആക്രമണത്തെക്കുറിച്ച് ഇതുവരെയായിട്ടും പാക് സർക്കാർ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഉന്നം പിഴച്ചതാണോ, ഞങ്ങൾ ആളുമാറി ചെയ്തു പോയതാണോ തുടങ്ങി, അല്ലെങ്കിൽ ആരെയാണ് ലക്ഷ്യമിട്ടത്, ഇതിൽ ഏതൊക്കെ ഭീകര സംഘങ്ങൾ പെട്ടു, ആരൊക്കെ കൊല്ലപ്പെട്ടു തുടങ്ങിയ ഒരു വിവരങ്ങളും ഇതുവരെ പാക് സർക്കാർ പുറത്തു വിട്ടിട്ടില്ല. സ്വന്തം ജനതയെ, സ്വന്തം പ്രജകളെ ഇങ്ങനെ ആക്രമിച്ച് കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് ഈ എന്താ പറയുക പാക് ഭരണകൂടം ചെന്നെത്തി നിൽക്കുകയാണ്. എത്രത്തോളം മാരകമാണ് അവിടുത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യന് സമാധാനത്തോടെ ശാന്തിയോടെ ജീവിക്കാൻ കഴിയില്ല, തൊഴിലെടുക്കാൻ കഴിയില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയില്ല, ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ കഴിയില്ല. അങ്ങനത്തെ വളരെ അശാന്തമായ, വളരെ സമാധാനത്തിന് ഭംഗം വരുന്ന സംഘർഷാത്മകമായ ഒരു സാഹചര്യമാണ് ഈ ഖൈബർ പഖ്തൂൺ, ബലൂചിസ്ഥാൻ മേഖലകളിൽ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിന്ധ്, പഞ്ചാബ് തുടങ്ങിയ പ്രവിശ്യകൾ, അവിടെയൊക്കെയാണ് കൃഷിയുള്ളത്. അവിടെ പോലും ഇപ്പോൾ വലിയ തോതിൽ ഈ പറഞ്ഞതുപോലെ കലാപങ്ങളും സംഘർഷങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. തെരുവുകൾ പ്രക്ഷുബ്ധമാണ്. ഗോത്ര സമൂഹങ്ങൾ ഒരു തരത്തിലും ഈ പരസ്പരം ഐക്യത്തോടു കൂടി കഴിയാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം ഇസ്ലാമിക ഗോത്രങ്ങളാണ്, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇത് ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് ഈ ആക്രമണം നടന്നത്. അതിരാവിലെ എന്തിനീ പുലർച്ചെ 2 മണിക്ക് തിരഞ്ഞെടുത്തു? എന്തായിരുന്നു അതിന്റെ പ്രകോപനം? ഈ ബലൂചിസ്ഥാനിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഭീകരാക്രമണം നടക്കുകയും അത് പാകിസ്ഥാന്റെ 17 സൈനികർ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു എന്നൊരു വിവരമുണ്ട്. അതിന് പകരം വീട്ടിയതാണ് സൈന്യം. ആ ആക്രമണം നടത്തിയവർ ഈ ഖൈബർ പഖ്തൂണിൽ വന്ന് ഒളിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവരെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ ആക്രമണമാണ് എന്ന് അനൗദ്യോഗികമായി പറയപ്പെടുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പാകിസ്ഥാന്റെ ഇപ്പോൾ സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ അസിം മുനീർ അടക്കമുള്ളവർ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. എന്തായാലും രാജ്യാന്തര തലത്തിൽ, അന്താരാഷ്ട്ര തലത്തിൽ വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറി. സ്വന്തം ജനതയെ, സ്വന്തം പൗരന്മാരെ ഭരണകൂടം തന്നെ ഇത്തരത്തിൽ വേട്ടയാടുന്നു, കൊലപ്പെടുത്തുന്നു എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാന്റെ പേരിൽ നടക്കുന്ന ഈ ഇത്തരത്തിലുള്ള അവർക്കെതിരെ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ആക്രമണങ്ങൾ സിവിലിയന്മാരെ, സാധാരണ പൗരന്മാർ അതിന് ഇരയാകുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്തായാലും ഈ ഇന്ത്യയെ 1000 കഷ്ണങ്ങളാക്കി മുറിക്കുമെന്നും അതിൽ ഓരോ കഷ്ണത്തിൽ നിന്നും ചോര പുഴയൊഴുക്കും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന, ഇന്ത്യ വിരോധം മാത്രം ഭക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. ആ രാഷ്ട്രത്തിലാണ് സ്വന്തം ജനതയെ ഭരണകൂടം ഇത്തരത്തിൽ വേട്ടയാടിയിരിക്കുന്നത്. അവിടെ ഗോത്ര സമൂഹങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് പോലും എന്തിനാണ് ഇങ്ങനെ ഏറ്റുമുട്ടുന്നത് എന്ന് പോലും ആർക്കും അവിടെ പറയാൻ സാധിക്കില്ല, അതിനെക്കുറിച്ചൊന്നും പുറം ലോകത്തിന് അറിയില്ല. നിസാര കാര്യങ്ങൾ, മതസംബന്ധമായ പ്രശ്നങ്ങൾ, മതവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതിനെയൊക്കെ ചൊല്ലി വലിയ കലഹമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇതെല്ലാം ഈ ഇസ്ലാമിക ഗോത്രവർഗങ്ങളാണ് കേട്ടോ. ഇതൊന്നും അതിന് പുറത്തുള്ള വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ഭാഗമായിട്ടുള്ളതല്ല ഇതൊന്നും. ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലും കറാച്ചിയിലും ഒക്കെ ജനജീവിതം വലിയ കുഴപ്പമില്ലാതെയൊക്കെ മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ കരുതുന്നെങ്കിലും അത് തെറ്റാണ്. വലിയ പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ. ദാരിദ്ര്യം, പട്ടിണി, വെള്ളമില്ല, വെളിച്ചമില്ല, സമാധാനവുമില്ല. ഏത് ഭീകര സംഘടനയും എപ്പോൾ വേണമെങ്കിലും അവിടെ ആക്രമിക്കാം. ഏത് പള്ളിയിലും മുട്ടുകുത്തി പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നതിനിടയ്ക്ക് ബോംബ് സ്ഫോടനം ഉണ്ടാകാം. നൂറുകണക്കിന് മനുഷ്യർ കൊല്ലപ്പെടാം. ഇങ്ങനത്തെ ഒരു അശാന്തമായ, കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് ഈ നമ്മുടെ തൊട്ടയൽ രാജ്യം ഇന്ന് കടന്നു പോകുന്നത്. എന്തായാലും ലോക മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞതുപോലെ 30 പേർ, സ്ത്രീകളും കുട്ടികളും അടക്കം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ സൈന്യം, നമ്മുടെ വിദേശകാര്യ വകുപ്പ് ഒക്കെ, നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ഒക്കെ വളരെ സൂക്ഷ്മമായി, ജാഗ്രതയോടെ ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്.